CJP ജന്തർ മന്ദിറിലെ സമരത്തോടുകൂടി വളരെ ഹിറ്റായ ഒരു ടീമാണ്. ഇപ്പോൾ ഇവർ പുതിയ ഈ സ്കൂളുകളിലെ ശോചനീയാവസ്ഥ കണ്ടെത്തുക, അവിടെ പ്രക്ഷോഭം നടത്തുക എന്നുള്ള ഒരു വലിയ സമരമാർഗത്തിലാണ് ഇപ്പോൾ അവർ മുൻപോട്ട് നീങ്ങുന്നത്. അതിന്റെ ഭാഗമായി രാജസ്ഥാനിലെത്തി. രാജസ്ഥാനിലെ രാംപുര കൻവാർപുരയിലെ ഒരു സർക്കാർ സ്കൂൾ സന്ദർശിക്കുകയായിരുന്നു ലക്ഷ്യം. സർക്കാർ സ്കൂൾ സന്ദർശിക്കാമെന്ന ഈ സംഘത്തെ നാട്ടുകാർ തടഞ്ഞു. നാട്ടുകാർ പറഞ്ഞത് ഇത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. നിലവിൽ സർക്കാർ 12 ലക്ഷം രൂപ ഈ സ്കൂളിന് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. സ്കൂൾ പ്രിൻസിപ്പലിന്റെ പെർമിഷൻ ഇല്ലാതെ ഇതിനകത്ത് കയറുവാനോ വീഡിയോഗ്രാഫിയോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയോ ചെയ്യുവാനോ കഴിയുകയില്ല. ഇതിനെ മറികടന്ന് നിങ്ങളെത്തി നിങ്ങൾ മുതലെടുക്കരുത് എന്നാണ് പറഞ്ഞത്. ഇതിനെ തുടർന്ന് CJPക്കാർ വലിയ രീതിയിൽ അവരോട് അവിടെ നിന്ന പബ്ലിക്കിനോട്, അതായത് ഗ്രാമവാസികളുമായി തർക്കിച്ചു. തുടർന്ന് ഗ്രാമവാസികൾ കൂട്ടം കൂടുകയും ഇവരെ അവിടുന്ന് കണ്ടം വഴി ഓടിക്കുകയും ചെയ്തു. തുടർന്ന് ഈ ഗ്രൂപ്പ്, ഇതിൽ വന്നത് ചെറിയ ആൾക്കാരായിരുന്നില്ല. CJPയുടെ സഹ കൺവീനർ അശുതോഘോഷ് റാങ്കെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഒക്കെ കൂടെയാണ് വന്നത്. ഏതായാലും ഇതിനുശേഷം അതിന് തൊട്ടടുത്തുള്ള ഒരു സ്കൂളിലേക്ക് ഇവർ പോകാൻ തീരുമാനിച്ചു. അവിടെയും ഇതുപോലെ നാട്ടുകാർ വന്നു. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ സ്കൂള് പുനർനിർമ്മിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, സർക്കാർ സഹായിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഈ നക്സലുകളും തീവ്രവാദികളും ഒന്നും ഈ വിഷയത്തിൽ ഇടപെട്ട് മുതലെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. രാജസ്ഥാനെ സംബന്ധിച്ച് സ്കൂളുകളുടെ നില വളരെ പരിതാപകരം തന്നെയാണ്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, കാലാകാലങ്ങളായി അവിടെ ഭരിച്ചു പിടിച്ചവർ ചെയ്ത വെച്ച് കൃത്യങ്ങളാണ്. ഏതായാലും ഇപ്പോൾ 300 പുതിയ സ്കൂൾ കെട്ടിടങ്ങളാണ് ഇപ്പോൾ ദ്രുതഗതിയിൽ രാജസ്ഥാനിൽ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നത്. അതിനിടയിൽ CJP പ്രവർത്തക ശിവാംഗി ശർമ്മ പറഞ്ഞത് തങ്ങളെ നാട്ടുകാർ ക്രൂരമായി മർദ്ദിച്ചവരെല്ലാം BJPക്കാരാണ് എന്നാണ്. ഏതായാലും കൈക്കുഞ്ഞുങ്ങളുമായി വരുന്ന നാട്ടുകാരെ, സാധാരണഗതിയിൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ സമരം ചെയ്യുമ്പോൾ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ഒരു സംഘർഷ സ്ഥലത്തേക്ക് ആരും വരുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. അതിന്റെ വിഷ്വൽസ് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. ചാനലുകളൊക്കെ പലപ്പോഴും അതിന്റെ ചില ഭാഗങ്ങൾ മാത്രം, അവർക്ക് സ്വീകാര്യമായ ഭാഗങ്ങൾ മാത്രം വെട്ടിയിട്ടായിരിക്കാം പ്രദർശിപ്പിക്കുന്നത്, അറിയില്ല. ഏതായാലും സോഷ്യൽ മീഡിയയിൽ അതിന്റെ വിഷ്വൽ പ്രചരിക്കുന്നുണ്ട്. നിയമപരമായ കാരണങ്ങൾ, കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ കഴിയാതെ പോയതിൽ ക്ഷമ ചോദിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.